പ്രിയ സ്നേഹിതരെ, വേദിയിലിരിക്കുന്ന പ്രിയ ബുധനായ ആൾക്കാർ, എല്ലാവർക്കും നമസ്കാരം. ഒരിക്കലും ലേറ്റായി ഞാൻ വരാറില്ല. ഒന്നും നേരത്തെ ഇവിടെ വന്ന് എല്ലാ പരിപാടികൾക്കും കൂടി ഇരിക്കാറുള്ള എനിക്ക് ഇന്ന് തീരെ വയ്യാതിരുന്നതുകൊണ്ട് ലേറ്റായി പോയതാണ്. ക്ഷമിക്കണം. എനിക്കെന്നെ നാണക്കേടായി പരിപാടി തുടങ്ങിയിട്ട് അധ്യക്ഷനും വന്ന് കയറുന്നത് ആലോചിച്ചത്. നമുക്ക് വളരെ പ്രിയങ്കരനായ, വളരെ കാലം ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട സുഹൃത്തായി എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന KGSന് ഒരു സ്വീകരണം കൊടുക്കുക എന്നത് ഞങ്ങളുടെ വലിയ ആഗ്രഹമായിരുന്നു. അത് നിറവേറ്റാൻ വേണ്ടി കൂടിയാണ് ഇന്നിങ്ങനെയൊരു പരിപാടി നടത്തുന്നത്. പിന്നെ കൃഷ്ണേട്ടനെ നമുക്ക് എപ്പോഴും നമ്മുടെ അടുത്ത് വരാറുള്ള കൃഷ്ണേട്ടനും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ രണ്ടുപേർക്കും പോകാൻ തിരക്കുള്ളത് കൊണ്ട് രണ്ടുപേരെയും ഒരുപോലെ വൈകുന്നേരം ഇപ്പം നേരത്തെ ഇവിടുന്ന് വിടേണ്ട ആവശ്യങ്ങളുള്ളത് കൊണ്ട് ഞാൻ വലിയ കാര്യമായിട്ടൊന്നും സംസാരിക്കുന്നില്ല. എങ്കിലും എനിക്ക് ഏറ്റവും പ്രിയങ്കരനായ KGSനെ കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞില്ലെങ്കിൽ അത് മോശമാകുമല്ലോ എന്ന് ഞാൻ ചിന്തിക്കാതെയില്ല. അദ്ദേഹത്തിൻ്റെ 1970 കാലഘട്ടങ്ങളിൽ KGSൻ്റെ കവിത വളരെ പ്രാധാന്യത്തോടു കൂടി സഹൃദയർ വായിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കവിതകളൊക്കെ ആ കാലത്ത് നിന്ന് 80കളാകുമ്പോഴേക്ക് വന്നു കഴിഞ്ഞു. ഇത്തവണത്തെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. KGSൻ്റെ മനോഹരമായ ഒരു ചിത്രത്തോടു കൂടിയാണ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് കഴിഞ്ഞിട്ടുള്ളത്. അതിൽ അദ്ദേഹത്തിൻ്റെ കവിതയെക്കുറിച്ചും രാജീവിൻ്റെയൊക്കെ ലേഖനങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹം ആദ്യകാലത്ത് എഴുതി തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതകളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വിപ്ലവാഭിമുഖ്യമുള്ളതായ വിഷയങ്ങളെക്കുറിച്ചും എല്ലാ കവിതകളും ഒരു പ്രത്യേക തരത്തിലുള്ള വിപ്ലവത്തെക്കുറിച്ച്, വിപ്ലവത്തിൻ്റെ കവിതകൾ എന്ന് നമുക്ക് പറയാവുന്ന രീതിയിൽ ആദ്യകാലത്തെ കവിതകളൊക്കെ ഇറങ്ങിയത്. ബംഗാൾ, അയോധ്യ, മുണ്ട് എന്ന ആനന്ദൻ മുതലായ കവിതകളെയാണ് ഞാൻ ഓർത്തുകൊണ്ടാണ് ഈ വാക്ക് പറഞ്ഞത് തന്നെ. അത് വിപ്ലവാഭിമുഖ്യമുള്ള കവിതകൾ എന്ന അക്കാലത്ത് തന്നെ നിരൂപകർ വിധി എഴുതിയിട്ടുള്ളതായ കവിതകളാണ്. അതിൽ മുണ്ടെന്ന കവിത നമുക്കറിയാം. ഒരു മുണ്ടിൻ്റെ കര ഇളകി വെപ്പോൾ അത് കരയിളത് ഇത് മാറ്റാൻ വേണ്ടി അലക്കുകാരനോട് വീണ്ടും ആവശ്യപ്പെടുമ്പോൾ അത് അടിച്ച് അതിൻ്റെ കര ഇളകുന്നത് നിർത്തുമ്പോഴേക്ക് മുണ്ട് കീറി പറഞ്ഞു പോയി. പിന്നെ നോക്കുമ്പോൾ അതിൻ്റെ കൂടെയുള്ളതായ എല്ലാ വസ്ത്രങ്ങളും ചുവന്നു കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല പുഴകളും തടാകങ്ങളും ഒക്കെ ചുവന്നു കഴിഞ്ഞിരിക്കുന്നു. അത് നമുക്ക് അറിയാം. ഒരു വിപ്ലവാശയത്തിൻ്റെ കഠിനമായ ഒരു വിപ്ലവാശയത്തിൻ്റെ ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഒരു വ്യാഖ്യാനമാണ് ആ കവിത എന്നാണ്. കാരണം ആ മുണ്ട് എന്ന് പറയുന്നത് ആ വിപ്ലവത്തിന് മാപ്പുസാക്ഷിയായ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനമോ ആകുകയാണെങ്കിൽ ബാക്കിയുള്ളതെല്ലാം ആ മുണ്ടിൽ നിന്ന് ഇറങ്ങിയ കര, അതിൻ്റെ വിപ്ലവാഭിമുഖ്യങ്ങൾ അല്ലെങ്കിൽ വിപ്ലവാദർശങ്ങൾ പരന്ന് വ്യാപിച്ച് അതെല്ലാം ചുവപ്പായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അദ്ദേഹം ആ കവിതയിൽ പറയുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ എല്ലാ കവിതകളും ഏതെങ്കിലും ഒരു ആശയത്തിൻ്റെ, ഏതെങ്കിലും ഒരു ആലേഖനം ചെയ്യപ്പെട്ട ഏതെങ്കിലും ഒരു ആശയത്തിൻ്റെ വ്യാഖ്യാനങ്ങളായിട്ടാണ് എപ്പോഴും കാണാറുള്ളത്. അതിൽ ബംഗാൾ എന്ന കവിതയിൽ കുട്ടികൾ പുത്തൻ പാട്ട് ഉണ്ടാക്കിയിട്ട് പാടി നടക്കുന്ന ഈ കുട്ടികളെ കുറിച്ച് പറയുന്നുണ്ട്. അവരുടെ പുത്തൻ പാട്ടിൽ തീയുണ്ട്, അതുകൊണ്ട് അവർ ചൂട്ടുകെട്ടി രാജാവിൻ്റെ മുഖത്ത് കുത്തും എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. രാജാവ് എപ്പോഴും ഉപരിവർഗത്തിൻ്റെ പ്രതിനിധിയാണ്. അങ്ങനെയുള്ള പല കവിതകളും അദ്ദേഹത്തിൻ്റെ കവിതകളിൽ നമ്മൾ കാണുന്നത് ഇത്തരത്തിലുള്ളതായ ആശയങ്ങളുടെ വ്യാഖ്യാനങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ കവിതയുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളുടെ, അദ്ദേഹത്തിൻ്റെ കാവ്യ ഭാഷയ്ക്ക് ആരുടെയും പിന്തുണയില്ല, അല്ലെങ്കിൽ ആരെയും അദ്ദേഹം അനുകരിക്കുന്നില്ല, അനുകർത്താവല്ല അദ്ദേഹം. നേരെ മറിച്ച് വ്യക്തമായി ആ ആദർശങ്ങളെ വ്യാഖ്യാനിക്കാനും അതിനെ വ്യാപരിക്കാനും പറ്റുന്നതായ ഭാഷ അദ്ദേഹം തന്നെ സ്വയം കണ്ടെത്തുകയാണ്. അതിനെക്കുറിച്ച് ഒരു നിരൂപകൻ എഴുതിയത്
സംഗീതാത്മകമായ മനോഹരമായ കാവ്യഭാഷയല്ല, നേരെ മറിച്ച് വജ്രകാഠിന്യമുള്ള പരുഷമായ ഭാഷയാണ് അദ്ദേഹം സ്വീകരിക്കുന്നതെന്ന്. എല്ലാം വളരെ റഫാണ്. നമുക്ക് ആർക്കും അത് വായിച്ച് മനോഹരമായ കവിത എന്ന് പറഞ്ഞ് ആസ്വദിക്കാൻ അങ്ങനെയുള്ളതല്ല. അതിലെ ആശയങ്ങളെ വ്യാഖ്യാനിക്കാനും കണ്ടെത്താനും ശ്രമിച്ച് ആസ്വാദകർ കഷ്ടപ്പെട്ടേ ഉള്ളൂ. അത്തരം ആശയങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കവിതയിൽ എപ്പോഴും നമ്മൾ കാണുന്നത്. ഞാൻ കൂടുതലായിട്ട് കവിതയെക്കുറിച്ചും ഓരോ കവിതയെക്കുറിച്ചും വിശദീകരിക്കണം എന്ന് വിചാരിക്കുന്നില്ല. എന്നാലും നിങ്ങൾക്ക് വായിച്ചിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ പല കവിതകളും നമുക്ക് വളരെ പ്രിയങ്കരമാണ്. ഇത്തവണത്തായ മാതൃഭൂമി അയച്ചപ്പോഴേക്കും ദുർഗന്ധം എന്ന പേരിലൊരു കവിത കണ്ടതായിട്ട് തോന്നുന്നു. അത് ഞാൻ അങ്ങനെയുള്ള ഒരു വ്യക്തി എഴുത്തച്ഛൻ അവാർഡിന് അർഹനായി എന്നത്, എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള അഹങ്കാരം ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഞാൻ അതിനെക്കുറിച്ച് ഇവിടെയല്ല, ഞാൻ US-ലായിരുന്നു, പുറത്തായിരുന്നു. അവിടെ വെച്ച് ഞാൻ ഈ വിവരം കേട്ട ഉടനെ തന്നെ അദ്ദേഹത്തെ വിളിച്ചു. ശരിയാണ് ടീച്ചറെ, അതെ, അത്രേ അദ്ദേഹത്തിന് പറയാനുള്ളൂ. അദ്ദേഹം അതിൽ മറ്റെല്ലാ എഴുത്തുകാരെ പോലെ ഞാൻ അത്ഭുതപ്പെട്ടു പോയ കാര്യം, മലയാളത്തിൽ ഏറ്റവും വലിയ എന്ന് തന്നെ നമുക്ക് പറയാവുന്ന ഒരു പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. പക്ഷെ അതും കിട്ടിക്കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള സംസാരത്തിൽ യാതൊരു തരത്തിലുള്ള അഹങ്കാരവും കാണാൻ കഴിഞ്ഞില്ല. അതെനിക്ക് എന്നെ വളരെ അത്ഭുതപ്പെടുത്തി. ഒരു ചെറിയ അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ പോലും ഇവിടെ ആഘോഷിച്ച് നടക്കുന്ന ചില സംസ്കാര പാരമ്പര്യങ്ങളെ ഞാൻ ആ സമയത്ത് മനസ്സിലോർത്തുപോയി. എല്ലാം കൊണ്ടും ഞങ്ങളുടെ സുഹൃത്തായ എൻ്റെ ഭർത്താവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു അദ്ദേഹം. പിന്നെ രണ്ടുപേരും ആശയങ്ങളുടെ കാര്യത്തിൽ, അതിൻ്റെ പ്രകടമായ കാര്യത്തിലൊക്കെ വളരെ വ്യത്യസ്തരായിരുന്നത് കൊണ്ട് അവർക്ക് മാറി വിട്ടുപോയിട്ടുണ്ടായേക്കാം. എങ്കിലും സ്നേഹത്തോടുകൂടി എന്നും മനസ്സിലോർക്കുകയും അദ്ദേഹം എപ്പോഴും പറയും, എപ്പോഴും വിളിച്ചാലും പറയും, കൽപ്പറ്റ വേണ്ടത്ര ആദരിക്കപ്പെട്ടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, പലതും ചെയ്യാമായിരുന്നു, അതൊന്നും ആരും ചെയ്തില്ല. കുറേ അദ്ദേഹത്തിന് വളരെ സങ്കടമുള്ളതുപോലെ പല കാര്യങ്ങളും അദ്ദേഹം എന്നോട് പറയാറുണ്ട്. അതൊക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ സ്നേഹം ഉള്ളിലുള്ളത് കൊണ്ടാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിന് അത്രയും സ്നേഹത്തോടു കൂടിയുള്ള എൻ്റെ നല്ല സുഹൃത്തിനെ ഈ പരിപാടിയിലേക്ക് വിളിച്ചപ്പോൾ തന്നെ അദ്ദേഹം ഒരു സംശയവും കൂടാതെ അത് സമ്മതിക്കുകയും അത് വളരെ എളുപ്പത്തിൽ നടപ്പാക്കാൻ വേണ്ടി നമുക്ക് ഡേറ്റ് തരികയും ചെയ്തത് തന്നെ എനിക്ക് അത്ഭുതം സന്തോഷവും ഉണ്ടാക്കി. അതുകൊണ്ട് എനിക്ക് ഈ സുഹൃത്തിനെ ഏറ്റവും ആദരവോടുകൂടി ഈ പരിപാടിയിലേക്ക്, നിമിഷം പറഞ്ഞു കഴിഞ്ഞു എങ്കിലും ഞാൻ വീണ്ടും പറയുകയാണ്, ഏറ്റവും ആദരവോടുകൂടി ഈ പരിപാടിയിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാൻ ഞാൻ വളരെയേറെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. പിന്നെ അടുത്ത പരിപാടി, അപ്പോൾ അദ്ദേഹത്തെ ആദരിക്കുന്ന ചടങ്ങാണ് അടുത്തത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പരിപാടി തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാം.